ഒരുങ്ങി ഇറങ്ങുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട രണ്ട് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും പേനയും ബുക്കുമാണ് അല്ലേ. അതിനേക്കാൾ അത്യാവശ്യമുള്ള കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയോ? മനസ്സ് നിറഞ്ഞ ആഗ്രഹം, അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ്. ഞാൻ ഇത് നേടിയെടുക്കും, ഇതെന്റെ ലക്ഷ്യമാണെന്നുള്ള ആ ഒരു സെൽഫ് കോൺഫിഡൻസ്. ഇത് രണ്ടുമാണ് നമുക്ക് ഏറ്റവും അധികം ഉണ്ടായിരിക്കേണ്ടത്. മനസ്സ് നിറഞ്ഞ് ആഗ്രഹിക്കുക എന്ന് പറയുന്ന ഈ ആഗ്രഹം ഒരുപക്ഷെ നമ്മുടെ ആവശ്യത്തിന്റെ ഭാഗമായിട്ട്, നിവർത്തികേടിന്റെ ഭാഗമായിട്ട് വരും അല്ലെ. എങ്കിൽ മാത്രമേ ആ നിവർത്തികേട്, അതിന്റെ ഡെപ്ത് എന്തോരുണ്ട്, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഈ ഒരു ലക്ഷ്യത്തിലെത്താനുള്ള ദൂരം എന്ന് പറയുന്നത്. ഒരു ജോലി അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അത് എനിക്ക് അത്യാവശ്യമാണ്, എനിക്കിന്നത് കൂടെ തീരൂ എന്ന ഒരു തോന്നലിലേക്ക് നിങ്ങൾ എത്തുവാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം വളരെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ എത്ര കഠിനാധ്വാനം ചെയ്യാനും എത്രത്തോളം പരിശ്രമിക്കാനും നിങ്ങൾ റെഡി ആയിരിക്കും. ചിലയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള കോട്ട്സ് ഉണ്ട്, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. സക്സസ് ഈസ് നോ ആക്സിഡന്റ്, ഇറ്റ് ഈസ് ഹാർഡ് വർക്ക്, പെർസെവറൻസ്, ലേണിംഗ്, സ്റ്റഡിങ്, സാക്രിഫൈസ് and most of all love of what you are doing or learning to do. എന്താ ഇതിനർത്ഥം? സക്സസ് എന്ന് പറയുന്നത് ഒരു ആക്സിഡന്റ് ആയിട്ട് അബദ്ധവശാൽ നടക്കുന്ന ഒരു കാര്യമില്ല, ഒരു ഹാർഡ് വർക്കിന്റെ റിസൾട്ട് ആണ്, അല്ലെങ്കിൽ പെർസെവറൻസ് ആണ്. എന്താ അങ്ങനെ പറഞ്ഞ? കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. നമ്മുടെ മുന്നിൽ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായിരിക്കും, അതൊന്നും നോക്കാതെ കൃത്യതയോടുകൂടി ഈ ആഴ്ചത്തെ അതേ എനർജിയോടുകൂടി എക്സാം അടുക്കും വരയ്ക്കും കൺസിസ്റ്റന്റ് ആയിട്ട്, മലയാളത്തിൽ പറയുന്ന പേരുണ്ട് നിരന്തരമായ പരിശ്രമം, അക്ഷീണ പ്രയത്നം എന്നൊക്കെ പറയില്ലേ, അത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എന്ത് തടസ്സം മുന്നിൽ വന്നോ എന്ന് നോക്കാതെ വളരെ ഉത്സാഹത്തോടു കൂടി, വളരെ എനർജിയോട് കൂടി, പവർഫുൾ ആയിട്ട് നമ്മൾ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകുക. ദാറ്റ് ഈസ് പെർസെവറൻസ്. അതുപോലെ ലേണിംഗ്, സ്റ്റഡിങ്, പഠിക്കേണ്ടത് പഠിക്കുന്ന വേണം, വേണ്ടേ? കൈ കെട്ടിയിരുന്ന നടക്കില്ല. സാക്രിഫൈസ്. എന്താ സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ? പല കാര്യത്തിലും നമ്മൾ ത്യാഗം ചെയ്യേണ്ടി വരും. സോഷ്യൽ മീഡിയ യൂസേജ് കുറയ്ക്കണം, ഫങ്ഷൻസ്, വിരുന്നുകൾ, സന്തോഷങ്ങൾ പലതും നമ്മൾ മാറ്റിവെക്കേണ്ടി വരും. കാരണം എന്താ? നമ്മുടെ ലക്ഷ്യം ഭയങ്കര വലുതാ. എനിക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നേ പറ്റൂ. ഞാൻ ആഗ്രഹിച്ച പല പ്ലാനുകളും, ടൂർ പ്രോഗ്രാമുകളും, ഫിലിംസും, റീൽസുകൾ എല്ലാം മാറ്റിവെക്കേണ്ടി വരും. ആൻഡ് മോസ്റ്റ് ഓഫ് ഓൾ എന്താ? ലവ് വാട്ട് യു ആർ ഡൂയിങ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അതിനെ ഇഷ്ടപ്പെടുക. ഓർ ലേണിംഗ് ടു ഡു. നമുക്ക് ചിട്ടയായിട്ടുള്ള പഠിത്തം ലഭിക്കാൻ വേണ്ടി നമ്മൾ എന്താണോ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് അതിനെ മനസ്സറിഞ്ഞ് ഇഷ്ടത്തോടെ, ഒരുപാട് സ്നേഹത്തോടെ, ആഗ്രഹത്തോടു കൂടി ചെയ്യും. അതായിരിക്കണം